നല്ല നാടൻ രീതിയിലൊരു ബീഫ് കറി തയ്യാറാക്കിയാലോ? ബീഫ് കറി തയ്യാറാക്കാനായി ബീഫിലേക്ക് മുളക് പൊടി, ബീഫ് മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞാൽ ബീഫ് വേവിക്കണം. വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്തു, 2 പച്ചമുളകും ചേർത്തു, ചുമന്നുള്ളിയും ചേർത്തു. ചുമന്നുള്ളി ഒരുപാട് എടുക്കുന്നതായിരിക്കും സൂപ്പർ ടേസ്റ്റ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു. എല്ലാം വാടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ ചേർത്ത പൊടികൾ തന്നെയാണ്. കൂടുതലായി നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് 2 സ്പൂൺ. അതിലേക്ക് നമ്മൾ നല്ല പഴുത്ത തക്കാളി ചേർത്ത് എല്ലാം നല്ല വെന്തുടങ്ങിയതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർക്കണം. ഉരുളക്കിഴങ്ങും ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണം. കറിയെല്ലാം നല്ല കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും വെക്കാം. നമ്മൾ സൂപ്പർ